ഇത് വാസ്തവത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിൻ്റെ അപകടകരമായ നിലയിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ്. ചെഗുവേരയുടെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് SFI വിദ്യാർത്ഥികൾ മാത്രമേ വയ്ക്കുള്ളൂ. അപ്പോൾ SFI വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നു. നമുക്കിനി ഒന്നിച്ചടിച്ചു പൊടിക്കാം. 4 വർഷത്തെ കോഴ്സ് തുടങ്ങുന്നതിനെക്കുറിച്ച് പ്രചരണാർത്ഥം കണ്ണൂർ സർവകലാശാല മറ്റ് സർവകലാശാലയിൽ നിന്നെല്ലാം വിചിത്രമായി ഒരു പരസ്യം കൊടുത്തിരിക്കുകയാണ്. 4 കൊല്ലല്ലേ പറ്റൂല? അതിന് പറ്റൂന്ന്. ഓണേഴ്സ് ഡിഗ്രി ഐച്ഛിക വിഷയത്തിൽ അഡ്വാൻസ് ലെവൽ പരിശീലനത്തോടൊപ്പം പഠനം എന്ന് വെച്ചാ 4 വർഷം നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. 4 വർഷം ഓണേഴ്സ് ഡിഗ്രി പഠിച്ചാ പിന്നെ 1 കൊല്ലം PG പഠിച്ചാ മതി. അത് കൊള്ളാലോ. തീർന്നില്ല, നിനക്ക് PhD അല്ലേ? ഓണേഴ്സ് വിത്ത് റിസർച്ച് പൂർത്തിയാക്കിയ പിന്നെ നിനക്ക് നേരിട്ട് PhDക്ക് പോവാ. ഇനിയിപ്പൊ 3 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് നിർത്തേണ്ടി വന്നാലോ ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടും. പുതിയ വിദ്യാഭ്യാസ നയം വന്നിരിക്കുന്നു, നമുക്കിനി 4 കൊല്ലം ഒന്നിച്ച് കഴിയാം. അപ്പോൾ മറ്റൊരു കുട്ടി വന്ന് പറയുന്നത് അതല്ല, റിസർച്ച് കൂടെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് PGക്കും റിസർച്ചിനും പോകാനുള്ള വലിയൊരു സൗകര്യം നമ്മുടെ കണ്ണൂർ സർവകലാശാല ഒരുക്കിയിരിക്കുന്നു എന്ന രീതിയിൽ. നമസ്കാരം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തോടനുബന്ധിച്ച് ഇക്കൊല്ലം നടപ്പിലാക്കുന്ന പുതിയ ബിരുദ കോഴ്സിൻ്റെ പരസ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റി കൊടുത്തിരുന്നു. ആ പരസ്യത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വീഡിയോ പരസ്യത്തിലൂടെ പറയുന്നത് ഇനി 4 കൊല്ലം നമുക്ക് ഒന്നിച്ച് നടക്കാമെന്നാണ്, അല്ലാതെ പഠിക്കാമെന്നല്ല. കൂടുതൽ വിചിത്രമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വീഡിയോയിൽ അണിഞ്ഞിരിക്കുന്ന ഇവരുടെ ഡ്രസ്സിൽ ചെഗുവേരയുടെ ചിത്രമാണ് പതിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തെക്കുറിച്ച് മുൻ സിൻഡിക്കേറ്റ് അംഗം ശ്രീ RS ശശികുമാർ കണ്ണൂർ യൂണിവേഴ്സിറ്റി VC ബിജോയ് നന്ദനെ ബന്ധപ്പെട്ടിരുന്നു. സാർ, എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി? അതായത് വാസ്തവത്തിൽ എനിക്കിന്ന് ആ വീഡിയോ കൊണ്ട് വളരെ വിചിത്രമായിട്ട് തോന്നി. നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒരു നാഷണൽ ലെവലിൽ ഒരു വിദ്യാഭ്യാസ നയം നടപ്പിലായ എല്ലാ സ്റ്റേറ്റുകളും അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥമാണ്. എന്തായാലും കേരള സംസ്ഥാനം അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ എല്ലാ സർവകലാശാലകളും അതനുസരിച്ച് സിലബസും കരിക്കുലവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൽ അക്കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് കണ്ണൂർ സർവകലാശാലയാണ്. കാരണം അവിടെ വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല. എങ്കിൽ മറ്റ് സർവകലാശാലകളിലും പഠനങ്ങൾ മോശമാണെങ്കിലും ആദ്യത്തെ 1-2 സെമിസ്റ്ററിൻ്റെ സിലബസ് മാത്രമേ ആയിട്ടുള്ളൂ. ആ സിലബസ് പൂർണ്ണമായും തയ്യാറാക്കാത്തതിനെക്കുറിച്ചുള്ള പരാതികളുണ്ട്. അതിരിക്കട്ടെ, അതെന്തായാലും പുതിയതായിട്ടൊരു കോഴ്സ് വരുമ്പോഴത്തേക്കും ഒത്തിരി മാറ്റങ്ങൾ ഭാവിയിൽ ഉണ്ടായെന്ന് വരാം. എന്തായാലും 4 വർഷത്തെ കോഴ്സ് തുടങ്ങുന്നതിനെക്കുറിച്ച് പ്രചരണാർത്ഥം കണ്ണൂർ സർവകലാശാല മറ്റ് സർവകലാശാലയിൽ നിന്നെല്ലാം വിചിത്രമായി ഒരു പരസ്യം കൊടുത്തിരിക്കുകയാണ്. ഒരിക്കലും ഒരു സംസ്ഥാന സർവകലാശാല അങ്ങനെ പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ പരസ്യം കൊടുത്തിരിക്കുന്നു എന്ന് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടി സർവകലാശാല പഠിക്കൽ വന്നിരുന്നുകൊണ്ട് നമ്മൾക്ക് ഒരു പുതിയ വിദ്യാഭ്യാസ നയം വന്നിരിക്കുന്നു, നമുക്കിനി 4 കൊല്ലം ഒന്നിച്ച് കഴിയാം. അപ്പോൾ മറ്റൊരു കുട്ടി വന്ന് പറയുന്നത് അതല്ല, റിസർച്ച് കൂടെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് PGക്കും റിസർച്ചിനും പോകാനുള്ള വലിയൊരു സൗകര്യം നമ്മുടെ കണ്ണൂർ സർവകലാശാല ഒരുക്കിയിരിക്കുന്നു എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഇതൊരു പൈങ്കിളി പരസ്യമാണ്. അങ്ങനെ ഒരു പൈങ്കിളി പരസ്യം ഒരു സർവകലാശാല കൊടുക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ഇൻഡിക്കേഷൻ എന്താ? അവരുടെ ബോർഡായിട്ട് അവർ വെച്ചിരുന്ന SFIയുടെ സ്റ്റുഡൻസ് എന്ന് കാണിക്കാൻ വേണ്ടി ചെഗുവേരയുടെ ചിത്രം കൂടെ വെച്ചിരിക്കുന്നു. അപ്പോൾ അത് SFIക്കാരാണോ? അത് തീർച്ചയായിട്ടും ആയിരിക്കണമല്ലോ. ചെഗുവേരയുടെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് SFI വിദ്യാർത്ഥികൾ മാത്രമേ വയ്ക്കുള്ളൂ. അപ്പോൾ SFI വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നു. നമുക്കിനി ഒന്നിച്ചടിച്ചു പൊടിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചോ അതിൻ്റെ കാതലിനെക്കുറിച്ചോ അതിൻ്റെ പുതിയ സിലബസിനെക്കുറിച്ചോ ചർച്ച ചെയ്യുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാമായിരുന്നു. ആ വിഷയങ്ങളൊന്നും അവർക്ക് പറയാനില്ല. ഇത് വാസ്തവത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിൻ്റെ അപകടകരമായ നിലയിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ രക്ഷകർത്താക്കൾ കുട്ടികളെ ക്യാമ്പസിലയക്കും? അതൊരു ഇൻഡിക്കേഷനാണ്. ഇത് തന്നെയാണ് കാസർഗോഡ് കോളേജിൽ ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതിനെ കോടതിയിലൂടെ റദ്ദാക്കി. ഡോക്ടർ രമ, കാസർഗോഡ് കോളേജിലെ പ്രിൻസിപ്പൽ, അവർ പറഞ്ഞെന്താ, കോളേജുകളിലെല്ലാം വിദ്യാർത്ഥികൾ ഇങ്ങനെ അസാൻമാർഗ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പൊറുതിമുട്ടി അവർ വിമർശിച്ചു. ആ വിമർശിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് അവർക്കെതിരെ അച്ചടക്കം നടക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ അതിനുവേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ശരിയല്ല. ഞാൻ അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലറോട് ബന്ധപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും താങ്കൾ ആദ്യം കരുതിയത് ഞാൻ കരുതുന്നത് SFIയുടെ പ്രചരണത്തിന് വേണ്ടി അവർ ചെയ്തതാണ്. അല്ല, സർവകലാശാലയുടെ എംബ്ലം ഉണ്ട്. അങ്ങനെ VCയുടെ അറിവോട് കൂടിയാണോ? അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എന്തായാലും യൂണിവേഴ്സിറ്റിയാണ് അത് പരിശീലിച്ചതെന്നും അദ്ദേഹം ഇങ്ങനെ എംബ്ലമൊക്കെ വച്ചുള്ള കണ്ടില്ല എന്നും പറയുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ അറിവോടുകൂടി ആയതുകൊണ്ടാണല്ലോ എംബ്ലം വച്ചത്. അല്ലെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റി നടപടി എടുക്കാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സർവകലാശാലയുടെ PR വിങ് യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായി ഇറക്കിയ ഒരു വീഡിയോ ആണ്.
ഇത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും വലിയ കളങ്കമുണ്ടാക്കുന്നതാണ്. ഒരു ബാഡ് ഇൻഡിക്കേഷനായിരിക്കും പോകുന്നത്. അടിയന്തരമായി പിൻവലിക്കുകയും ഇതിന് തയ്യാറായ അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയാണ് വേണ്ടത്. പുതിയ വിദ്യാഭ്യാസ നയത്തെ വികലമാക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കേണ്ട വിദ്യാഭ്യാസ വകുപ്പും മറ്റുള്ളവരും ഇപ്പോഴും മൗനത്തിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കിനി കണ്ടു തന്നെ അറിയാം.